പേര് ജോൺസൺ, വീട് വടുതല. എൻ്റെ ഭാര്യ സൂസി, മകൻ ഇമ്മാനുവൽ നിതിൻ, ഇത് മകള് മേരി നികിത. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് സാധിച്ചതിന് ഈശോയ്ക്കും തിരുക്കുമാരൻ ഈശോയ്ക്കും മാതാവിനും ഒരു കോടി നന്ദി പറയുന്നു. ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഒത്തിരി വൈകി. ഞാനൊരു കാർപ്പൻ്ററായിരുന്നു. എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷം എനിക്ക് പണിയെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാനത് ഒരു ഓട്ടോ എടുത്ത് 2014 ആ ഓട്ടോ ഓടിക്കുമ്പോൾ അതിന് ബാഡ്ജ് വേണമായിരുന്നു. അപ്പോൾ ബാഡ്ജ് ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. അങ്ങനെ നിരന്തരം എന്നെ പോലീസ് പിടിച്ച് ഫൈൻ ഇടിക്കുമായിരുന്നു, 250 രൂപ. അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് ഫൈൻ ഇടുകയും ഞാൻ വണ്ടി ഓടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടിയിൽ ഫസ്റ്റ് നിയോഗം വെച്ചത് എനിക്ക് 10ാം ക്ലാസ് പാസ്സായാലേ ബാഡ്ജ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് നിയോഗത്തിൽ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ബാഡ്ജ് കിട്ടണം, ഇല്ലെങ്കിൽ ആ നിയമം എടുത്തു മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ നിയോഗം വെച്ചത്. ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത് 3 പ്രാർത്ഥന കൂടിയതിന് ശേഷം അത് ഡൽഹിയിൽ ആ ബാഡ്ജ് നിരോധിച്ച് കുറേ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇവിടെയും അത് പാസ്സായി. അപ്പോൾ ആയതുകൊണ്ടിട്ട് ഇപ്പം എനിക്ക് ഓട്ടോറിക്ഷ ഓടിക്കണോണ്ട് ഭയമൊന്നുമില്ല, എനിക്ക് ഫൈനില്ല, ചാർജൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യം എനിക്ക് ഈശോയും മാതാവിലും സാധിച്ചു തന്നതിന് വളരെയേറെ നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴത്ത് ഒരൊറ്റ രൂപയുടെ വലിപ്പത്തിൽ ഒരു പുഴുക്കടി മാതിരി മാസങ്ങളോളം ഉണ്ടായിരുന്നു. മാന്തും, അത് പൊട്ടും, പിന്നെ മരുന്ന് ചെയ്യും. അത് ഞാനിവിടെ വന്ന് ജോസഫച്ചനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫച്ചൻ ഞങ്ങളോട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞ് ജോസഫച്ചൻ പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വ്രണം അങ്ങാട് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി. അപ്പോൾ അതിന് ഈശോവിനും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ കൂടാതെ എൻ്റെ മകൻ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ വെച്ച് കുറച്ച് ദുശ്ശീലങ്ങളൊക്കെ എൻ്റെ മകനുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരക്കുകയും അവൻ്റെ നാവിൽ എല്ലാ ദിവസവും 3 തുള്ളി ഇട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി മാതാവിനോട് ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മകനിപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാ ദുശ്ശീലങ്ങളും മാറി അവരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അതിൽ ഈശോയും മാതാവിനോടും നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. ഞാനൊരു 35 വർഷമായിട്ട് ഭയങ്കരമായ മദ്യപാനിയായിരുന്നു. എനിക്ക് ആ മദ്യപാനം നിർത്തുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മദ്യപാനം നിർത്തുന്നത് നോൻപ് കാലത്ത് 50 ദിവസം ഞാൻ മദ്യപാനം നിർത്തും. ആ 50 ദിവസം മദ്യപാനം നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോൻപ് കഴിയുമ്പോൾ അത് വീണ്ടും തുടങ്ങും, ആ മദ്യം വീണ്ടും തുടങ്ങും. പിന്നെ അടുത്ത നോൻപ് വരുമ്പോഴാണ് ഞാൻ മദ്യപാനം നിർത്തുന്നത്. ഇവിടെ വന്ന് ഉടമ്പടിയിൽ ആ നിയോഗത്തിൽ എൻ്റെ ഭാര്യ എപ്പോഴും കൃപാസനത്തിൽ വരുന്ന ആളാണ്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വരും, ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, അയാൾ കരഞ്ഞ് പ്രാർത്ഥിക്കും, പോവും. ഞാൻ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ മദ്യപാനം കഴിക്കും. അതെനിക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല. എനിക്കതിനോട് താല്പര്യമില്ല. എവിടെയെങ്കിലും മദ്യപാനം കഴിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ കല്യാണമോ എവിടെയെങ്കിലും പരിപാടിക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിനോട് ഒരു ആസക്തിയില്ല. നേരത്തെ ഭയങ്കര ആസക്തിയായിരുന്നു. അപ്പോൾ അതിന് തിരുക്കുമാരൻ ഈശോയോടും മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഞങ്ങൾ ഇവിടെ 2016 തുടങ്ങി വരാൻ തുടങ്ങിയതാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാതാവ് തന്നിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞത്. അതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത്, ഇതൊക്കെ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണ്, തൊട്ടടുത്ത് പറമ്പിലൊരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. ആ തെങ്ങ് ഏത് നിമിഷവും ഞങ്ങളുടെ വീട്ടിലോട്ട് വീണാൽ
വീട് 2 നില വീടാണ്. ആ വീട് മുകളിലത്തെ ഫുള്ള് പോകുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും തെങ്ങ് വെട്ടുകാരെ കാണാൻ വരൂല, പൈസ കൂടുതലായതുകൊണ്ട്. എല്ലാ ദിവസവും ഞാൻ മുകളിൽ കയറിയിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ, ഒരു പാട്ട പെയിൻറ്റ് പോലും അടിക്കാൻ എനിക്ക് നിവർത്തിയില്ല അമ്മേ, എൻ്റെ വീടിന് ഒന്നും പറ്റല്ലേ അമ്മേ, ഈ തെങ്ങ് അമ്മ കാത്ത് അമ്മയുടെ സംരക്ഷണ കാപ്പിക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ അമ്മേ എന്ന് ഞാൻ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് നേരം വെളുത്തപ്പോൾ തെങ്ങ് വീണെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് ചാരി വെച്ചിരിക്കണ പോലെ മതിലേ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണ തെങ്ങിന. എൻ്റെ വീടിന് ഒരു ചിന്നല, ഒരു പൊട്ടല ഒന്നും ഞങ്ങൾക്ക് തന്നത്. ആ തെങ്ങിൻ്റെ മുകളിൽ കിടന്ന് വെച്ചാൽ തേങ്ങ മുഴുവനും ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലായിരുന്നു. അത് വെട്ടുവാൻ പോലും ആളുണ്ടായില്ല. എന്നിട്ട് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഞങ്ങൾ 4 പേരും കൂടിയാണ് ആ തെങ്ങ് വെട്ടി 10,000 രൂപ വേണമായിരുന്നു വെട്ടി മാറ്റി അത് താഴെ ഇറക്കിയത്. അതിനുള്ള ശക്തി ഞങ്ങൾക്ക് പരിശുദ്ധമ്മ തന്നെയാണ് തന്നത്. പിന്നെ അതുകൂടാതെ എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, അലർജിയുടെ അസുഖം. ഒരു 4 വർഷത്തോളമായി ഞാൻ അതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാ. ഇതൊന്നും ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെക്കാത്ത കാര്യങ്ങളാണ്. എനിക്കിപ്പോൾ 1 വർഷം കഴിഞ്ഞ് തൈറോയിഡിൻ്റെ പ്രശ്നമില്ല, അലർജിയുടെ പ്രശ്നമില്ല, പൊടി എന്തുകൊണ്ടാലും ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ഇത്രയും അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ എനിക്ക് തന്നത്. അതേപോലെ 2 പിള്ളേരെ എന്നോട് പ്രാർത്ഥിക്കാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് നല്ല മാർക്കോടുകൂടി വിജയം കിട്ടി. പിന്നെ എൻ്റെ മക്കൾക്ക് 2 പേർക്കും, എൻ്റെ മകള് പഠിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആയിരുന്നു, ഒരു +2 വരെയെങ്കിലും പഠിക്കാനുള്ളത് തരണേ എന്നായിരുന്നു മാതാവിനോട് പറഞ്ഞത്. പക്ഷേ PG വരെയും എൻ്റെ മകൾ കംപ്ലീറ്റ് പൂർത്തിയാക്കി. അതേപോലെ മകനും +2 കഴിഞ്ഞ് ഒരു ജോലി പഠിച്ചു. ഇനി അവർക്ക് 2 പേർക്കും ഒരു ജോലി വേണം. പരിശുദ്ധ അമ്മ അത് ഞങ്ങൾക്ക് തന്ന് സഹായിക്കും എന്ന് പ്രത്യേകം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉണ്ടായിരിക്കണമേ എന്നും നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മാതാവിൻ്റെ പത്രം കാർഡാക്കിയിട്ട് 100 എണ്ണം വീതം ഞങ്ങൾ അടിച്ച് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് കൊടുക്കും. അതേപോലെ തന്നെ പത്രം 3 കെട്ട് പത്രം മേടിക്കും, പത്രം വിതരണം ചെയ്യും, കാശ് രൂപ മേടിച്ച് കൊടുക്കും. പിന്നെ കൊന്ത ഒരു 2-3 കൊന്തയൊക്കെ വരുമ്പോൾ ഞങ്ങൾ മേടിച്ച് കൊണ്ടുപോകും, എന്നിട്ട് അത് കൊടുക്കും. അതേപോലെ തന്നെ ഭർത്താവ് ഓട്ടോ ഓടിക്കുന്നതാണ്. ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഫുൾ കാശ് മേടിക്കില്ല, പകുതി മേടിക്കുള്ളൂ. അത് രോഗികളെ കൊണ്ടുപോവുകയും അവർക്ക് ചായയും എല്ലാം വാങ്ങിക്കൊടുക്കുകയും അങ്ങനത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും പിന്നെ വസ്ത്രങ്ങൾ, പഴയ വസ്ത്രങ്ങളെന്ന് വെച്ചാൽ അത്ര പഴയതല്ലാത്ത വസ്ത്രങ്ങൾ എല്ലാവരും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഞാനതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് അടൂര് ഓർഫനേജിൽ നിന്ന് ഒരു കാറ് വരും, ആ കാറിൽ ഈ വസ്ത്രങ്ങളെല്ലാം കയറ്റി കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ആത്മീയ ജീവിതം ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ ഒരു 4 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. എൻ്റെ ഭർത്താവ് എന്നെ കൂടി പള്ളിയിൽ മുടങ്ങാതെ കുർബാന, ഞാൻ എല്ലാ ദിവസവും പോവാം, ഭർത്താവും ഇപ്പോൾ ഒരു 4 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞങ്ങൾ മുടങ്ങാതെ ദിവ്യബലിയിലും കുമ്പസാരവും പ്രാർത്ഥനയുമൊക്കെ ചെയ്യുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 50-ാം അധ്യായം 7-ാം തിരുവചനം. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ജോൺസൺ MJയുടെ വലിയ ശക്തമായൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ഈ തരത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളുണ്ടായിട്ടുള്ള കുടുംബങ്ങളെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയും വേദനിക്കുന്ന കുടുംബങ്ങളെല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യുന്ന ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. അവരിന്ന് വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ആർക്കൊക്കെയാണ് ഈ പ്രാർത്ഥന എത്തിച്ചേരാത്തത്, കൃപാസനം പത്രത്തോടൊപ്പം ഈ പ്രാർത്ഥന ഇന്ന് അവരെത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഒരു പ്രാർത്ഥനയില്ലാതെ, ഒരു കടലാസ് കിട്ടാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരതിനെയെല്ലാം വളരെയധികം പ്രൊമോട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മളോട് കൂടി ആയിരിക്കട്ടെ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.